നമസ്കാരം. കുറച്ച് നാളായില്ലേ നമ്മളെ കണ്ടിട്ട്? ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെയാണ്? ഞാനിങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളുമായിട്ട് ചെയ്തു പോവുകയാണ്. ഇത് നമ്മൾ മുന്നേ കാണിച്ചിരുന്നില്ലേ, ഷൂ റാക്ക്. അപ്പോൾ എന്തായാലും 2 മാസം കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ ആയിരിക്കും. ഇത് സൺഷെയ്ഡിൻ്റെ താഴെയാണ് ഉള്ളത്. അപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് മഴ ഇങ്ങനെ, അതായത് നേരിട്ട് മഴ വരില്ലെങ്കിലും മഴ നന്നായിട്ട് വരുമ്പോൾ അവിടെ വെള്ളം തെറിക്കും. ആ ഒരു റാക്ക് മൾട്ടിവുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല മഴയൊക്കെ വരുമ്പോൾ 2 വർഷമായിട്ട് ഇങ്ങനെ വെള്ളം തെറിച്ചിട്ട് ഇനി അത് ചീത്തയാവേണ്ട വിചാരിച്ചിട്ട് അതൊന്ന് വരാന്തയിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു സ്പേസ് വെറുതെ കിടക്കുകയല്ലേ, ചെറിയ രീതിയിലൊരു മേക്ക് ഓവർ നടത്താമെന്ന് വിചാരിച്ചു. പിറകുവശത്തെ മുറ്റത്ത് ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു സിമെൻറ്റ് കട്ടിയത് അപ്പോൾ ഏട്ടന്മാരെ കൊണ്ട് തന്നെ അത് അവിടെ എടുത്ത് വെപ്പിച്ചു. കാരണം എനിക്കെന്തായാലും അത് എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അവർ വെച്ച് തന്നു. പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ പ്ലാവിൻ്റെ ഏരിയയിൽ അന്ന് പുഴക്കല്ല് വെക്കുന്നതിൻ്റെ മുന്നേ നമ്മുടെ ഒരു ഷീറ്റ് വെച്ചിരുന്നില്ലേ, അപ്പോൾ നിങ്ങളിൽ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് വീറ്റ് മാറ്റാണെന്ന്. അതിൻ്റെ ഇത്തിരി കഷ്ണം ബാക്കി ഉണ്ടായിരുന്നേ, അതും വെച്ച് പിന്നെ ബാക്കി കുറച്ചും കൂടെ സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയൊരു ഷീറ്റ് ഉണ്ടായിരുന്നു, ആ ഷീറ്റും കൂടെ അവിടെ എടുത്തു വെച്ചു. എല്ലാം കൂടെ അങ്ങ് വിരിക്കുവാണ്. ഇതിപ്പം വലിയ രീതിയിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം അറിയാലോ എൻ്റെ കയ്യിൽ ചെടികളെല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. ഞാനിപ്പോൾ അടുത്ത് തുടങ്ങിയതല്ലേ, അപ്പോൾ ഓരോന്നും നട്ടുപിടിപ്പിക്കുന്നേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് എനിക്കൊന്നും കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഈ ഒരു സ്ഥലം വെറുതെ ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തോന്നി, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം കുറച്ച് ഇഷ്ടികയുടെ കഷ്ണം ബാക്കിയുണ്ട്, കഷ്ണമല്ല ഇഷ്ടിക ബാക്കിയുണ്ടായിരുന്നു. അതും കൂടെ ഈ ഒരു തുമ്പിന് വെക്കുകയാണ്. എന്തായാലും നമ്മുടെ മുറ്റത്തുള്ള ആ ഒരു കട്ടയൊന്നും എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല. അപ്പം ഇതിപ്പം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാനൊന്ന് ചെയ്തു നോക്കുകയാണ്. എനിക്കറിയില്ല എന്താ ഇത് തുടങ്ങുമ്പോൾ, ശരിക്കും എനിക്കറിയില്ല ഇത് എന്താവുമെന്നും. അപ്പം ആ ഒരു ഇഷ്ടികയെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, ആദ്യം മണ്ണിടണോ അല്ലെങ്കിൽ കുറച്ച് മണൽ വിരിക്കണോ. പിന്നെ ആലോചിച്ചത് ഈ ഒരു ഷീറ്റിന് ഹോളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മണ്ണാണ് ഇടുന്നതെങ്കിലേ വെള്ളമൊന്നും താഴേക്ക് ഇറങ്ങി പോവണ്ടേ. അപ്പോൾ പിന്നെ കത്രിക കൊണ്ട് അവിടെ ജസ്റ്റ് കുറച്ച് ഹോളങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ആ ഒരു ഇഷ്ടികയല്ല, നമ്മുടെ ആ ഒരു സിമെൻറ്റ് കട്ട വെച്ചതിൻ്റെ അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പം പിന്നെയും സിമെൻറ്റ് കട്ട പൊട്ടിച്ചിട്ടൊന്നും അവിടെ വെക്കാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ഇഷ്ടിക ബാക്കിയുണ്ട്, അതങ്ങ് ചെരിച്ചും നേരെയൊക്കെ വെച്ചിട്ട് ഈ ഒരു ഭാഗം അന്നങ്ങ് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം 2 കോർണറും ഒന്നങ്ങ് ഇഷ്ടിക കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു പാർട്ടീഷൻ നടത്താമെന്ന് കരുതിയിട്ട് ആ ഇഷ്ടിക ആദ്യം വെക്കുന്നത് സാധാരണ രീതിയിലങ്ങ് വെക്കാമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ അത് കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ സൂര്യനൊക്കെ വരയ്ക്കുമ്പോൾ സൂര്യൻ്റെ കിരണങ്ങൾ ചെയ്തില്ലേ, അതുപോലെ ഈ രീതിയിലങ്ങ് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് വെച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ പിന്നെ മറ്റേ കോർണറും കൂടെ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് അവിടെയും കൂടെ അങ്ങ് വെച്ചു. ആ വീറ്റ് മാറ്റിൻ്റെ തുമ്പില്ലേ, അത് ഞാനങ്ങ് മടക്കിയിട്ട് ഇഷ്ടികയോട് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്നങ്ങ് ഉയർത്തിയിട്ടാണ് ഉള്ളത്. കാരണം മണ്ണിടുമ്പോഴേ വെള്ളമൊക്കെ ആകുമ്പോൾ മണ്ണ് പുറത്തേക്ക് ഒലിച്ച് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? അത്യാവശ്യം ഭംഗിയായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ തന്നെ അങ്ങ് നിർത്തിയാലോ എന്ന്. കാരണം ആ ഒരു വീഡ് മാറ്റെല്ലാം നല്ല പ്ലെയിനായിട്ട് കിടക്കുമ്പോഴേ, മണ്ണൊന്നും പുരളാണ്ട് കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു മനസ്സിൽ ഇപ്പം ചെറിയൊരു ഐഡിയ ഒക്കെ വന്നു തുടങ്ങി. അപ്പം ആ രീതിയിൽ ചെയ്യണമെങ്കിൽ എന്തായാലും മണ്ണ് വേണം. അപ്പം കുറച്ച് മണ്ണെടുത്തിട്ട് അതിലുള്ള കല്ലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ആ മണ്ണും അതിന് ശേഷം കുറച്ച് മണലുണ്ടായിരുന്നേ, അതും കൂടെ എല്ലാം ചേർത്തിട്ടൊന്നങ്ങ് മിക്സാക്കി. പക്ഷേ കുറച്ചും കൂടെ കട്ടിക്ക് വേണമായിരുന്നു. പിന്നെ ഞാൻ കയ്യിൽ ഇപ്പം ഞാൻ അന്ന് നേരത്തെ പറഞ്ഞില്ലേ, പണി നടക്കുന്ന സമയത്ത് ആ ചേട്ടന്മാരെ കൊണ്ടാണ് ഈ കല്ലൊക്കെ എടുത്ത് വെപ്പിച്ചതെന്ന്. ആ സമയത്ത് തന്നെ കുറച്ചും കൂടെ മണ്ണെടുത്തിട്ട് അവരെ കൊണ്ട് 3-4 സഞ്ചികളിലാക്കിയിട്ട് വലിയ ചാക്കിലാക്കിയിട്ട് വെച്ചിരുന്നു. കാരണം എനിക്ക് ചെടിക്കൊക്കെ നമ്മൾ കൊത്തിക്കളക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവരതൊക്കെ ചെയ്ത് തന്നതുകൊണ്ട് ആ മണ്ണ് ബാക്കിയുള്ളതുകൊണ്ട് എൻ്റെ ആവശ്യത്തിന് എനിക്ക് എടുക്കാം. അപ്പം ഞാനിപ്പോൾ കുറച്ച് മാത്രം എടുത്തിട്ട് ഇവിടെ അങ്ങ് നിരത്തി വെച്ചു. ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, ഇതുപോലെ ചെടിയോടൊക്കെ ഇഷ്ടമുള്ള ക്രേസുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളിപ്പം ഒരു ചട്ടിയിൽ മണ്ണ് നിറയ്ക്കണമെങ്കിൽ നമ്മൾ തന്നെ പറമ്പിൽ പോയിട്ട് കൊത്തിക്കളക്കേണ്ട അങ്ങനെയുള്ളൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളെ വീട്ടിൽ ഇതുപോലെ പറമ്പൊക്കെ കൊത്താൻ വരുന്ന ചേട്ടന്മാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ നടക്കുമ്പോഴോ അവരെ കൊണ്ട് കണ്ടം ഒക്കെ ഒന്ന് കൊത്തിയിട്ട് കുറച്ച് മണ്ണൊന്നങ്ങ് ചാക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കിറ്റിലൊക്കെ ആക്കി തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ മണ്ണ് നിറക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. പിന്നെ കുറച്ച് പുഴക്കല്ല് അവിടെ ഉണ്ടായിരുന്നേ, അപ്പോൾ അത് ഈ ഒരു 2 കോർണറിലും ഒന്നങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് പ്ലാവിൻ്റെ ചോട്ടിൽ വെച്ചതുപോലത്തെ ചെറിയ കല്ലല്ല, കുറച്ച് വലിയ കല്ലാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ അധികം ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ ലോറിക്ക് ഇറങ്ങാൻ പണ്ടെങ്ങാനും എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഈ ചെടി ക്രേസിലുള്ള സമയത്ത് അങ്ങ് ഇറക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിന്ന് കുറച്ച് എനിക്ക് തന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട്
എടുത്തിട്ട് അതാണ് ഇവിടെ വെച്ചത്. അപ്പം നമ്മൾ നേരത്തെ മുന്നേ വെച്ചിട്ടുള്ള അതുപോലത്തെ ചെറിയ കല്ലല്ല, ഇത് കുറച്ച് വലിയ കല്ലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എൻ്റെ കയ്യിൽ കുറച്ച് ചെറിയ കല്ല് അന്ന് നമ്മൾ വാങ്ങിയതുണ്ടായിരുന്നില്ലേ, അതും കൂടെ അങ്ങ് ഇവിടെ ഇട്ടിട്ട് അങ്ങ് ഫില്ലാക്കി വെച്ചു. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പ്രത്യേകിച്ച് വാങ്ങിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ പുതുതായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, ഒരു പൈസയും കളഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഈ ഒരു ഏരിയ ഒന്ന് നന്നാക്കണം എന്ന് തോന്നിയപ്പോൾ അവിടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കുക. അപ്പോൾ ഈ ഉരുളൻ കല്ല് അല്ലെങ്കിൽ പുഴക്കല്ല് നമുക്കിപ്പോൾ പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ജില്ലി എങ്ങാനും ഇട്ടാലും മതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ പിന്നെ ഒരു പഴയ നമ്മുടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയില്ലേ, അത് വെച്ചിട്ട് അതിലും കൂടെ ആ കല്ല് വെച്ചു. അപ്പോൾ അതിൽ നിന്ന് കല്ല് വീഴുന്നത് പോലെ ആണ് ഞാൻ വിചാരിച്ചത്. അത് നടന്നോന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് എനിക്ക് തോന്നിയില്ല അതങ്ങനെ സെറ്റാവുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇതും ഇങ്ങനെ വെറുതെ അവിടെ കിടക്കുമായിരുന്നു. അതെടുത്തിട്ട് അത് ചട്ടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് നോക്കി. അപ്പോൾ ഇതിങ്ങനെ ഒഴുകി വരുന്നത് പോലത്തെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതാണ്ട് അങ്ങ് സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു സിമൻറ്റ് കട്ട അങ്ങനെ വെച്ചത് അവിടെ നമ്മൾ ചെടിയും ചട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൈനീസ് ബോൾസാണ് അവിടെ വെക്കാൻ ഞാൻ വിചാരിച്ചത്. അതിനാണെങ്കിൽ അത്ര ഒരു സൺലൈറ്റ് വേണം, എന്നാലും ഡയറക്റ്റ് സൂര്യൻ്റെ ആ ഒരു ചൂടൊന്നും വേണ്ടല്ലോ. അപ്പം അതിന് പറ്റിയ സ്ഥലമാണ്. പക്ഷേ അറിയാലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ പൂവൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവിടെ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പം അഗ്ലോണിമ കുറച്ച് കയ്യിൽ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് തൽക്കാലം ഇപ്പോൾ ഇതുകൊണ്ട് അങ്ങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂവെല്ലാം ആവട്ടെ, എന്നിട്ട് ചൈനീസ് ബോൾസും ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. ഇപ്പം തൽക്കാലം ഈ ഒരു അഗ്ലോണിമ ഞാനിവിടെ അങ്ങ് വെച്ചു. അഗ്ലോണിമയിൽ ഏതോ ഒരു വിഷം ഉള്ള ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ എൻ്റെ കയ്യിൽ ഇതൊന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു പച്ചയിലൊരു വെള്ള ഡോട്ടുള്ള അത് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് അതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒന്ന് പറയണേ. കാരണം ഞാൻ ഈ ഒരു റൈറ്റ് സൈഡിൽ വെച്ചത് അതൊരു വിഷച്ചെടിയാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കാമല്ലോ. ഇനിയിപ്പം മണ്ണിട്ട ആ ഒരു ഏരിയയില്ലേ, അവിടെ ഒന്ന് ഫില്ല് ചെയ്യണം. ആദ്യം ഞാൻ വിചാരിച്ചു ചെറിയ ഗ്രാസ് ഇല്ലേ, പേൾ ഗ്രാസ് അല്ലാത്ത ഗ്രാസ് വെക്കാം. പിന്നെ മണ്ണിന് ഹൈറ്റ് കുറവല്ലേ, അപ്പോൾ ഇപ്പോൾ അത് വെച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാസിൻ്റെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു ഈ വീടിൻ്റെ സൈഡിൽ. ഞങ്ങൾ വീട്ടിൽ കൂടുള്ള സമയത്തേ വെച്ചത്, അതിൻ്റെ ബാക്കി കഷ്ണം ഉള്ളതുകൊണ്ട് അതവിടെ അങ്ങ് വെച്ചു. എന്നിട്ട് ഒന്നങ്ങ് നനച്ചു കൊടുത്തു. മീൻസ് ആ ഒരു നമ്മുടെ കല്ലൊക്കെ ഇല്ലേ, ആ കല്ലൊക്കെ ഒന്ന് നനച്ചല്ലേ ഭംഗിയുണ്ടാവും. അപ്പം ഇവിടെ പണി അങ്ങ് നിർത്താമെന്നാണ് കരുതിയത്. പക്ഷേ മണ്ണിങ്ങനെ അവിടെ പ്ലെയിനായിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു അഭംഗി പോലെ തോന്നുന്നു. അപ്പം അവിടെ ഒന്ന് നമ്മുടെ 10 മണിയില്ലേ, 10 മണിക്കാണെങ്കിൽ വേരിങ്ങനെ ആഴത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടെ മണ്ണിടണം. അതിൻ്റെ മുന്നേ ഇപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള 10 മണിയൊക്കെ ഒന്നങ്ങ് അവിടെ അങ്ങ് നട്ടുപിടിപ്പിച്ചു. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന സമയത്ത് മണ്ണിപ്പോൾ ഇട്ടിട്ടില്ല, ഞാനിവിടെ അങ്ങ് നിർത്തുവാണ്. എന്നിട്ട് 10 മണി നട്ടുപിടിപ്പിച്ചു. 10 മണിക്ക് നല്ല വെയിൽ വേണ്ടേ. ഇത് കിഴക്ക് ഭാഗത്താണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പോൾ രാവിലത്തെ സൂര്യൻ്റെ വെളിച്ചം നന്നായിട്ട് ഇവിടെ വന്നോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഇവിടെ സെറ്റ് ആയിക്കോളൂന്ന്. എനിക്കറിയില്ല ഇതിപ്പോൾ എന്താവുന്നുള്ളത്. തൽക്കാലം എൻ്റെ കയ്യിലെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് ഞാനിവിടെ അങ്ങ് നട്ടുപിടിപ്പിച്ചു. ചെടിയുടെ ക്രേസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമുക്ക് എവിടെ പോയാലും നമ്മുടെ കണ്ണ് ചെടിയിലായിരിക്കുമല്ലോ. നമുക്ക് ചോദിക്കാനും ഞാൻ അങ്ങനെയാണ്. എല്ലാവരും ആൻറ്റിമാരുടെ അടുത്തും ചേച്ചിമാരുടെ അടുത്തൊക്കെ പോയാൽ എനിക്കിഷ്ടമുള്ള ചെടിയാണെങ്കിൽ ഞാൻ ചോദിച്ചാൽ അവരെന്തായാലും ഒരു തുമ്പ് നമുക്ക് തരുമല്ലോ. അതെടുത്തിട്ട് പൊടിപ്പിച്ചിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ആക്കിയെടുക്കുന്നത്. അപ്പം ഒന്നും അങ്ങനെ പൈസയും കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല. 1-2 ചെടികൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ബാക്കിയൊന്നും വാങ്ങിയിട്ടില്ല. ഇങ്ങനെ കമ്പായിട്ടും വിത്തായിട്ടൊക്കെ നട്ട് പൊടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരു ചെടി തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അങ്ങ് ഗാർഡൻ സെറ്റ് ആവുന്നില്ല. അന്നത്തെ ആ ഒരു പേൾ ഗ്രാസ് വെച്ചത് കണ്ടില്ലേ, അത് കഴിഞ്ഞ ഡിസംബറിൽ വെച്ചതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം നല്ല ഫില്ലായിട്ട് തൂങ്ങിക്കിടക്കുകയാണ് പേൾ ഗ്രാസൊക്കെ. അതൊന്നും ഇപ്പോൾ കട്ട് ചെയ്യണം. ഇപ്പോൾ മഴ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മറ്റേ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ കുറച്ചും കൂടെ ഫില്ലാവാനുണ്ട്. ഇനിയിപ്പം അത് നമ്മുടെ പേൾ ഗ്രാസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞു. 10 മണിയെല്ലാം അങ്ങ് വെച്ച് പിന്നെ ഒത്തിരി ബബിൾസ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് നമ്മുടെ ആ ഒരു മാറ്റിൻ്റെ 2 സൈഡിലും അതും കൂടെ അങ്ങ് വെച്ചു. എന്നിട്ട് ഒന്നും കൂടെ 10 മണിക്കെല്ലാം ഒന്നങ്ങ് നനച്ചു കൊടുത്തു. ഇവിടെ ഇപ്പം വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പം ആ ഒരു 10 മണി ഒന്ന് ഫില്ലായി അവിടെ പൂക്കൾ നിറയണം, എങ്കിലേ ഈ ഒരു ഭംഗി പൂർണ്ണമാവുള്ളൂ അല്ലേ. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ ഉള്ളവർക്ക് ഒരുപാട് രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഐഡിയപരമായിട്ട് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ചെറിയൊരു മോഡലാണ് ഞാൻ കാണിച്ചത്. അപ്പം ഇതിനേക്കാളും കൂടുതൽ ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അതൊന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ ഒരു ചെറിയ മുറ്റത്തൊക്കെ ഇതുപോലെ വെച്ച് പിടിപ്പിക്കാമല്ലോ. പിന്നെ നമ്മുടെ ഒരു നീലക്കൊടുവേലിയില്ലേ, അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത്
കുറേ മുന്നേ, അതായത് നമ്മൾ വീട് പണി പുതിയ വീടായിട്ടാണല്ലോ 2 വർഷം, അതിൻ്റെ മുന്നേ 10-14 വർഷം നമ്മൾ ആ ഒരു പഴയ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അമ്മ തന്ന ഒരു ചെറിയൊരു തൈയായിരുന്നു നമ്മുടെ ഈ ഒരു നീലക്കൊടുവേലി. അപ്പോൾ ഇത് വീട് പണി നടക്കുമ്പോൾ ഞാൻ അമ്മേൻ്റെ കയ്യിൽ തന്നെ അങ്ങ് ഏൽപ്പിച്ചു. ബാക്കിയെല്ലാം അമ്മ തന്നെയാണ് നോക്കിയത്. ഇപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഞാനൊരു ഷെയ്ഡിൽ വെച്ചുകൊണ്ട് പൂക്കൾ നിറഞ്ഞിട്ടില്ല. അതിനിപ്പം നല്ല വെയിലത്തേക്ക് മാറ്റി വെക്കണം. പിന്നെ നമ്മുടെ ആ ഒരു തേക്കിൻ്റെ ഏരിയ ഇതുപോലെ ഇഷ്ടിക വെച്ചിട്ട് ഒന്നങ്ങ് ചെറിയ രീതിയിൽ അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു കറിവേപ്പില കണ്ടോ, കറിവേപ്പില ഇതുപോലെ ഒരു ഡ്രമ്മാണോ എന്താണെന്നറിയില്ല, ഇതുപോലെ ഒരു പാത്രത്തിലാണ് വെച്ചത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ വീടുകളിൽ നിന്നും ചേച്ചിമാരൊക്കെ തരുന്നത് ഞാനിങ്ങനെ എടുത്ത് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ തൽക്കാലം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അതിലൊന്നങ്ങ് മാറ്റി നടണം. പിന്നെ 2 ദിവസം മുന്നേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നും കുറേ ചെടികളൊക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ മാറ്റണം, കാരണം ചെറിയൊരു ബക്കറ്റല്ലേ, അപ്പം അവിടെ നിന്നിട്ടത് ചീഞ്ഞു പോകും. അതുകൊണ്ട് അത് പെട്ടെന്നങ്ങ് മാറ്റി തരണം. ഇതൊക്കെയാണ് ഞാൻ പിടിപ്പിച്ച് വരുന്ന ചെടികളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണേ. ചേച്ചി ഗാർഡൻ എന്തായെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗാർഡൻ അപ്ഡേഷനൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആരെങ്കിലും കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോലെ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും അതും കൂടെ പറയണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും താങ്ക്